നമസ്കാരം. ഗ്രഹങ്ങളുടെ കാരകത്വത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് ലഗ്നാദിഭാവങ്ങൾക്ക് ഓരോന്നിനും ഓരോ ഗ്രഹങ്ങൾ കാരകന്മാരാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ലഗ്നത്തിൻ്റെ കാരകൻ സൂര്യനാണ്. രണ്ടാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. മൂന്നാം ഭാവത്തിൻ്റേത് കുജനാണ്. നാലാം ഭാവത്തിൻ്റെ കാരകന്മാർ ബുധനും ചന്ദ്രനുമാണ്. അഞ്ചാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. ആറാം ഭാവത്തിൻ്റെ കാരകന്മാർ ശനിയും കുജനും. ഏഴാം ഭാവത്തിൻ്റെ ശുക്രൻ. എട്ടാം ഭാവത്തിൻ്റെ ശനി. ഒമ്പതാം ഭാവത്തിൻ്റെ സൂര്യനും വ്യാഴവുമാണ്. പത്താം ഭാവത്തിൻ്റെ കാരകന്മാർ 3 പേരുണ്ട്. സൂര്യനും ശനിയും ബുധനും. 11ാം ഭാവത്തിൻ്റേത് വ്യാഴമാണ്. 12ാം ഭാവത്തിൻ്റേത് ശനിയുമാണ്. ഓരോ ഗ്രഹത്തിനും പറഞ്ഞിട്ടുള്ള കാരകത്വങ്ങളനുസരിച്ച് ആ ഗ്രഹം അതിൻ്റെയൊക്കെ കാരകനായിരിക്കും. സൂര്യൻ ആത്മകാരകനെന്ന് പറയുന്നു. ജീവകാരകനെന്നും പിതൃകാരകനെന്നും സന്ദർഭം പോലെ പറയുന്നു. അതുപോലെ ചന്ദ്രൻ ശരീരകാരകനെന്നും മാതൃകാരകനെന്നും മനകാരകനെന്നും പറയുന്നു. കുജൻ സഹോദരകാരകനെന്നും അഗ്നികാരകനെന്നും ഭൂമികാരകനെന്നും പറയാം. ബുധൻ വിദ്യാകാരകനെന്നും ഗണിതകാരകനെന്നും മാതുലകാരകനെന്നും പറയുന്നു. ഗുരു ധനകാരകനെന്നും പുത്രകാരകനെന്നും ഭാഗ്യകാരകനെന്നും പറയുന്നു. ശുക്രൻ കളത്രകാരകനെന്നും വാഹനകാരകനെന്നും ലളിത കലാകാരകനെന്നും പറയുന്നു. ശനി ആയുർകാരകനെന്നും ദുരിതകാരകനെന്നും രോഗകാരകനെന്നും ഒക്കെ സന്ദർഭത്തിന് അനുസരണമായി പറയുന്നു. ഗ്രഹങ്ങളെ ഓരോരോ കാരകന്മാരെന്നു വിളിക്കുന്നത് പോലെ ഭാവങ്ങൾക്കും കാരകത്വ സ്വഭാവം അനുസരിച്ച് ജ്യോതിഷക്കാർ ഓരോരോ സംജ്ഞകൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ലഗ്നത്തിന് ആത്മസ്ഥാനമെന്നും രണ്ടാം ഭാവത്തിന് ധനസ്ഥാനമെന്നും വിദ്യാസ്ഥാനമെന്നും കുടുംബസ്ഥാനമെന്നും പറയും. മൂന്നാം ഭാവത്തിന് സഹോദരസ്ഥാനമെന്നും വിക്രമസ്ഥാനമെന്നും നാലാം ഭാവത്തിന് മാതൃസ്ഥാനമെന്നും സുഖസ്ഥാനമെന്നും ഗൃഹസ്ഥാനമെന്നും വാഹനസ്ഥാനമെന്നും പറയുന്നു. അഞ്ചാം ഭാവത്തിന് പുത്രസ്ഥാനമെന്നും മനസ്ഥാനമെന്നും മന്ത്രസ്ഥാനമെന്നും പറയുന്നു. ആറാം ഭാവത്തിന് ശത്രുസ്ഥാനമെന്നും രോഗസ്ഥാനമെന്നും ഏഴാം ഭാവത്തിന് കളത്രസ്ഥാനമെന്നും നിവൃത്തിസ്ഥാനമെന്നും പറയുന്നു. എട്ടാം ഭാവത്തിന് ആയുർസ്ഥാനമെന്നും അരിഷ്ടസ്ഥാനമെന്നും പറയുന്നു. ഒൻപതാം ഭാവത്തിന് പിതൃസ്ഥാനമെന്നും ഭാഗ്യസ്ഥാനമെന്നും 10ാം ഭാവത്തിന് കർമ്മസ്ഥാനമെന്നും പറയുന്നു. 11ാം ഭാവത്തിന് ലാഭസ്ഥാനമെന്നും 12ാം ഭാവത്തിന് വ്യയസ്ഥാനമെന്നും നാശസ്ഥാനമെന്നും സാമാന്യമായി പറയപ്പെടുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.